ഹലോ ഫ്രണ്ട്സ്, SL ക്ലാസ്സസിൻ്റെ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 ഫിസിക്സിലെ ഏറ്റവും ആദ്യത്തെ ഒരു ചാപ്റ്ററാണ്. നമുക്കറിയാം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഞാൻ നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ആദ്യത്തെ ഒരു സെക്ഷനായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറും പരിചയപ്പെടുക എന്നുള്ള തരത്തിലാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്തു പോകുമ്പം തന്നെ നമുക്കവിടെ ആവശ്യമുള്ള തിയറി എന്തൊക്കെയുണ്ടോ അതും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ മിക്കവാറും നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കും എന്ന് പറയുന്ന ഒരു തരം ക്വസ്റ്റ്യനാണ് ഡയമെൻഷൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുണ്ട്. അവരുടെയൊക്കെ ഡയമെൻഷൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏത് ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് നമുക്ക് കാണാം. പക്ഷേ എന്നാലും +1 ഫിസിക്സിൽ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കേണ്ടത് മെക്കാനിക്സിൽ കൈനമാറ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫിസിക്സിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന കുറേ ഇക്വേഷൻസ് ഉണ്ട്, കുറേ ക്വാണ്ടിറ്റികളുണ്ട്. മെക്കാനിക്സിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന ക്വാണ്ടിറ്റികളാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ. ഇവരുടെയൊക്കെ ഡയമെൻഷൻസ് എഴുതുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കാര്യം ഞാൻ നിങ്ങൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഡയമെൻഷൻസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് 3 ക്വാണ്ടിറ്റികൾ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് ഫിസിക്സിൽ അറിയപ്പെടുന്നത് 3 ക്വാണ്ടിറ്റികളാണ്: മാസും, ലെങ്ത്തും, ടൈമും. ഇവരെ നമ്മൾ ഓരോ ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. മാസിനെ M എന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, മാസ്. ഇതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയമെൻഷണൽ ലെറ്റർ M എന്നുള്ളതാണ്. അതുപോലെ ലെങ്ത്ത് L എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു ഷോർട്ടാക്കിയിട്ട്. അതുപോലെ ടൈം, അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ T. ഈ 3 ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഈ 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളെ കാണിക്കുക എന്നുള്ളതാണ് ഡയമെൻഷൻസിൻ്റെ ആദ്യത്തെ ഒരു ബേസിക് ഐഡിയ. ഇതിൽ നിന്ന് നമുക്കിനിയിപ്പോൾ സ്പീഡ് എന്നൊരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കാണണം. എന്തായിരിക്കും സ്പീഡ്? സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഡിസ്റ്റൻസ് ഈസ് എ ലെങ്ത്ത്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് നമുക്ക് L എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ T എന്നുമാണ്, അല്ലേ? L ഡിവൈഡഡ് ബൈ T പറയുമ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി Lൻ്റെ പവർ 1 ആണ്, Tയുടെ പവറും 1 ആണ്. അവിടെ ഒന്നും എഴുതിയില്ലെങ്കിൽ അവിടെ പവർ 1 ഉണ്ട് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ നമ്മൾ ഈ T അങ്ങ് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ദിസ് വിൽ ബി L⁻1 ഉണ്ട്, ദെൻ T⁻⁻1. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പീഡ് എന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. അപ്പോൾ നെക്സ്റ്റ് വെലോസിറ്റി എന്ന് പറയുമ്പം അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ്, അല്ലേ? വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലോ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും ഒരു ഡിസ്റ്റൻസിനെ, ലെങ്ത്തിനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് L കൊടുക്കാം, ഡിവൈഡഡ് ബൈ T. അപ്പോൾ ഇതേപോലെ തന്നെ വരികയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു L⁻1 ആൻഡ് T⁻⁻1. ഇതാണ് അപ്പോൾ സ്പീഡിൻ്റെയും വെലോസിറ്റിയും ഡയമെൻഷൻസ്. ഇതുപോലെ ഞാൻ 1-2 ക്വാണ്ടിറ്റിയും കൂടെ കാണിക്കാം. അടുത്തൊരു ക്വാണ്ടിറ്റി നമുക്ക് ഫോഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ആക്സിലറേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ് ഇക്വേഷൻ, അല്ലേ? വെലോസിറ്റി ഓർ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മളിവിടെ കണ്ടു, ദാറ്റ് ഈസ് L⁻1 ആൻഡ് T⁻⁻1. ഡിവൈഡഡ് ബൈ T എന്ന് വീണ്ടും വരും. ഓക്കെ, അപ്പോൾ ഇത് T⁻1 ആണ്. ഇതും കൂടെ നമ്മൾ ഒന്നും കൂടി മുകളിലേക്ക് എടുത്താണ്. അപ്പോൾ മാത്സ് ആണ് ഇത്. ആക്ച്വലി കുറച്ചൊരു കാൽക്കുലേഷൻ പോലെയാണ് ഈ സംഗതികളൊക്കെ നമ്മൾ എഴുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് L⁻1 അങ്ങനെ തന്നെയുണ്ട്. ഓക്കെ, ദെൻ ഇതും കൂടെ അങ്ങ് മുകളിൽ പോകുമ്പോഴോ ഇവിടെ ഓൾറെഡി ഒരു T⁻1 ഉണ്ടല്ലോ, ഇതും കൂടെ വരുമ്പോൾ അഗെയിൻ ഒരു T⁻1 വരും. അപ്പോൾ ടോട്ടലി അത് T⁻2 എന്ന് വരും. അപ്പോൾ ഇതാണ് ആക്സിലറേഷൻ ഡയമെൻഷൻസ്. അടുത്ത് നമുക്കൊന്ന് ഫോഴ്സ് ചെക്ക് ചെയ്ത് നോക്കാം.
എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ ആദ്യം എഴുതുക എന്നുള്ളതാണ് ഡയമെൻഷൻസ് എഴുതുന്നതിൻ്റെ ഒരു ബേസ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എം എ എന്നാണ്. ന്യൂട്ടൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് F=ma. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് വന്നാൽ ക്യാപിറ്റൽ എം എഴുതണം നമ്മൾ ആദ്യം പറയുന്നുണ്ട്. സോ ക്യാപിറ്റൽ എം. ആക്സലറേഷൻ നമ്മൾ ഇവിടെ എഴുതി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് L⁻⁴ and T⁻². ഓക്കെ. അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ ഏത് ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് പരിചയപ്പെടുക. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് സ്ക്രീനിൽ കാണിക്കാം. നിങ്ങളൊന്ന് വായിക്കുക. Give examples for the following. A dimensionless, unitless physical quantity. A dimensionless physical quantity but having unit in SI system. Two physical quantities which have the same dimensions. Questions കണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡയമെൻഷൻലെസ്, യൂണിറ്റ്ലെസ്. ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല, അത്തരം ക്വാണ്ടിറ്റികൾ. ആ ക്വാണ്ടിറ്റിക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി. സ്ട്രെയിൻ. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. സ്ട്രെയിൻ എന്ന ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ, സ്ട്രെസ്സിനെ കുറിച്ചും സ്ട്രെയിനിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇനി വരാവുന്ന പല ചാപ്റ്ററുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഈ പോയിന്റ് വരുന്ന ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് വഴിയെ വരുന്നുണ്ട്. അതിലാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുക. ഇപ്പോൾ തൽക്കാലം നമുക്കതിൻ്റെ ഇക്വേഷൻ മാത്രം ഒന്ന് നോക്കാം. സ്ട്രെയിനിൻ്റെ ഫോർമുലയാണ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സ്ട്രെയിന് കാണുന്ന ഇക്വേഷനാണ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ, അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോള്യം ബൈ ഒറിജിനൽ വോള്യം. ഇങ്ങനെ 3 തരം സ്ട്രെയിനുകളുണ്ട്. അതിൽ ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് എഴുതുമ്പോൾ എന്താണ് വരിക? ΔL. അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലെങ്ത്തിനെയാണ്. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ആയിരുന്നു L. ഡിവൈഡഡ് ബൈ വീണ്ടും കാണുന്നു L ഡിനോമിനേറ്ററിൽ. അപ്പോൾ ഈ എല്ലും ആക്ച്വലി അങ്ങ് കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്കിതിനെ L⁻�0 എന്ന് പറയേണ്ടി വരും. L⁻�0. അതേസമയം ഓൾറെഡി ഈ ഇക്വേഷനിൽ ഡയമെൻഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന മറ്റ് 2 ലെറ്റേഴ്സായ M, മാസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന M ഇല്ല, ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന T യും ഇല്ല. അപ്പോൾ ടോട്ടലി നമ്മൾ എഴുതുമ്പോൾ ഈ ക്വാണ്ടിറ്റി ഇങ്ങനെ ഉണ്ടാവും: M⁻�0, L⁻�0, T⁻�0. കണ്ടോ? അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല. അതോടൊപ്പം തന്നെ സ്ട്രെയിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ΔL/L എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റിക്ക് എന്തില്ല? യൂണിറ്റും ഇല്ല. അപ്പോൾ ഇതൊരു യൂണിറ്റ്ലെസ്, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഇതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ഞാനിവിടെ എഴുതാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചിൽ ലൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ഡിസ്കഷൻസും നടത്തുമ്പോൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പല ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ ഒരു പാർട്ടിലാണ് നമ്മൾ ഇങ്ങനൊരു ക്വാണ്ടിറ്റിയെ പരിചയപ്പെട്ടത്. ചെറിയ ക്ലാസ്സിൽ എവിടെയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്കിത് നെക്സ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയർ ഫിസിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ N എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മ്യൂ എന്നൊരു സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് N = C/V എന്നാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇതിൽ C റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്നുള്ളതാണ്. അതേപോലെ V റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എനി മീഡിയം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ 2 ക്വാണ്ടിറ്റിയും ആക്ച്വലി വെലോസിറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡയമെൻഷൻസ് എഴുതുമ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, L⁻⁻1. അതേ ഡയമെൻഷൻ തന്നെയാണ് ഡിനോമിനേറ്ററിൽ വരിക. കാരണം ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ്, ഇതും റെപ്രസെൻറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എഴുതി L⁻⁻1. അപ്പോൾ ടോട്ടലി ഇതും കട്ട് ചെയ്ത് പോവുകയാണ്. മാസ് ഓൾറെഡി ഇവിടെ കാണാനില്ല. സോ ഇറ്റ് വിൽ ബി M⁻�0. L കട്ട് ചെയ്ത് പോയി, അപ്പോൾ L⁻�0. T സെയിം വാല്യൂസ് മുകളിലും താഴെയും, അപ്പോൾ അതും കട്ട് ചെയ്ത് പോയി T⁻�0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതും ഡയമെൻഷൻ ഇല്ലാത്ത, യൂണിറ്റ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ. ഓക്കെ. അതിൻ്റെ ബി പാർട്ടായിട്ട് വന്ന ക്വസ്റ്റ്യൻ എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ബട്ട് ഹാവിങ് എ യൂണിറ്റ് ഇൻ SI സിസ്റ്റം എന്നാണ്. ഡയമെൻഷൻ ഇല്ല, പക്ഷേ യൂണിറ്റ് ഉണ്ട്. അങ്ങനെയുള്ള വളരെ റെയറായിട്ട് വരുന്ന ക്വാണ്ടിറ്റികളിൽപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ് ആംഗിൾ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ആംഗിളിൻ്റെ ഇക്വേഷൻ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നാണ്.
ആംഗിൾ കാണുന്ന ഫോർമുലയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഡയമെൻഷൻ കണ്ടാൽ എന്താ കിട്ടുക? ആർക്ക് ലെങ്ത് ആണ്. സോ എൽ ഡിവൈഡഡ് ബൈ റേഡിയസ് അറിയാലോ, ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ റേഡിയസ് എടുത്താൽ അതും ആക്ച്വലി ഒരു ലെങ്ത്തിനെയാണല്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കിത് റേഡിയസിൻ്റെ ഡയമെൻഷനും എൽ നിന്ന് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോവാണ്. ദിസ് വിൽ ബി m⁻0 l⁻0 t⁻0. പക്ഷേ ഈ ആംഗിൾ എന്ന ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡയമെൻഷൻ ഇല്ലാന്ന് നമുക്ക് മനസ്സിലായി, പക്ഷേ ആംഗിളിനൊരു യൂണിറ്റ് ഉണ്ട്. ആംഗിളിൻ്റെ SI യൂണിറ്റ് ആണ് റേഡിയൻ എന്നറിയപ്പെടുന്നത്. നമ്മൾ ഡിഗ്രിയിൽ 30 ഡിഗ്രി 60 ഡിഗ്രി എന്നൊക്കെ ആംഗിൾ മെഷർ ചെയ്യാറുണ്ട്, അത് SI യൂണിറ്റ് അല്ല. അതേസമയം ഡിഗ്രിയെ നമ്മൾ റേഡിയൻ എന്ന ഒരു SI യൂണിറ്റിലേക്ക് മാറ്റി പറയാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആംഗിൾ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല, പക്ഷേ റേഡിയൻ എന്ന ഒരു യൂണിറ്റ് ആംഗിളിനുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയമെൻഷൻലെസ് ബട്ട് ഇറ്റ് ഹാസ് എ യൂണിറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ആംഗിൾ. ഓക്കെ, അതിൽ സി പാർട്ടായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരേ ഡയമെൻഷൻസ് ഉള്ള രണ്ട് ക്വാണ്ടിറ്റീസിന് ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ ഡയമെൻഷൻസ് എഴുതി തുടങ്ങിയപ്പോൾ നമ്മൾ രണ്ടെണ്ണം എഴുതിയിരുന്നു, സ്പീഡ് ആൻഡ് വെലോസിറ്റി. നിങ്ങൾക്കൊന്നും കൂടി നോക്കാം, അത് രണ്ടും ഒരേ ഡയമെൻഷൻസാണ്. ഇനി ഞാൻ മറ്റു ചില ക്വാണ്ടിറ്റികളൊന്ന് കാണിച്ചു തരാം. വർക്കും എനർജിയും ഇത് രണ്ടും ഒരേ ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് ആണ്. നമുക്ക് എഴുതി നോക്കുമ്പം വർക്കിൻ്റെ ഇക്വേഷൻ, വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. ഡോട്ട് പ്രോഡക്റ്റ് എന്നുള്ള ഐഡിയകളൊക്കെ നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊന്നും നമുക്ക് ഡയമെൻഷൻസ് കാണുമ്പോൾ നമുക്ക് ആ ഐഡിയ ആവശ്യമില്ല. നമുക്കിവിടെ ഇപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും. എന്താ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ml⁻² എന്നാണ്, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്താ. സോ ദിസ് വിൽ ബി എൽ. അപ്പോൾ ഇത് ടോട്ടലി ചെയ്താൽ എന്ത് കിട്ടി? l² മാറും. ബാക്കി ടേമുകളൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ml² t⁻². ഇതാണ് നമ്മുടെ വർക്ക് എന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. എനർജി കാണാൻ നമുക്ക് ഐൻസ്റ്റീൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള റിലേഷൻ എടുക്കാം. E ഈസ് mc² എന്നൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. m റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാസിനെയാണ്, c എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് എഴുതിയാലോ, m-ൻ്റെ ഡയമെൻഷൻ m തന്നെ. c² ഇത് വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ l⁻⁻1. അതിനൊരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇതൊന്നും കൂടി ഇതിൻ്റെ ബാക്കി എഴുതി നോക്കിയാലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു m. ഓക്കെ, m അങ്ങനെ തന്നെ. ഇത് ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ എല്ലിന് നമുക്കൊരു സ്ക്വയർ കൊടുക്കാം. അപ്പോൾ l² എന്നായി. ദെൻ t⁻⁻1ൻ്റെ പവറായിട്ട് 2 ഉണ്ട്. അപ്പോൾ -1ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ t⁻². അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത് രണ്ടും ഒരേ ഡയമെൻഷൻ കിട്ടി. അതായത് വർക്കും എനർജിയും ഒരേ ഡയമെൻഷൻസാണ്. എനർജിയുടെ ഏത് ഫോം എടുത്താലും നിങ്ങൾക്ക് ഒരേ ഡയമെൻഷനാണ് കിട്ടുക. കൈനറ്റിക് എനർജി എന്നും പൊട്ടൻഷ്യൽ എനർജി എന്നും പലയിടത്തും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, mgh എന്ന് എഴുതി നോക്കുക. ഡയമെൻഷൻ ചെക്ക് ചെയ്താൽ ഇതേ ഡയമെൻഷനാണ് കിട്ടുക. ½ mv² ചെക്ക് ചെയ്താൽ ഇതേ ഡയമെൻഷനാണ് കിട്ടുക. ഓക്കെ, അതുപോലെ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരേ ഡയമെൻഷൻസ് വരുന്ന മറ്റ് രണ്ട് ക്വാണ്ടിറ്റികളാണ് മൊമെൻറ്റവും ഇമ്പൾസും. മൊമെൻറ്റം പലയിടത്തും നമ്മൾ കേട്ടൊരു ക്വാണ്ടിറ്റിയാണ് മൊമെൻറ്റം. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ P എന്ന് റെപ്രസെൻ്റ് ചെയ്യും മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എന്താ കിട്ടുക ഡയമെൻഷൻസ്? എമ്മിന് പകരം ക്യാപിറ്റൽ M എഴുതുന്നു. അഗൈൻ വെലോസിറ്റി l⁻⁻1. അപ്പോൾ ഇതാണ് ടോട്ടലി മൊമെൻറ്റം എന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. മറ്റൊരു ക്വാണ്ടിറ്റിയാണ് ഇമ്പൾസ്. ഫോഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പം ലോസ് ഓഫ് മോഷനിലാണ് നമ്മൾ ഇമ്പൾസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇമ്പൾസിനെ നമ്മൾ I എന്നാണ് എഴുതാറ്. ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു സ്മോൾ ടൈം എന്നാണ്. എനിവേ ഇറ്റ് ഈസ് എ ടൈം. അപ്പോൾ ഡയമെൻഷൻസ് എഴുതുമ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ? ml⁻² എന്നല്ലേ. അതിൻ്റെ കൂടെ ഒരു t എന്നും കൂടെ വരും. അപ്പോൾ t⁻²ഉം ഒരു ടിയും, ടി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി t⁻1 ആണ്. അപ്പോൾ ഇത് ഒന്നിച്ച് എഴുതുമ്പോൾ എന്തായി? m ഉണ്ട്, ദെൻ l -2ഉം +1ഉം ആണ്. അപ്പോൾ അത് -1 എന്നായിട്ട് മാറും അല്ലേ. -2ഉം +1ഉം കൂടെ -1. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ഡയമെൻഷനും സെയിം ഡയമെൻഷൻ അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും കിട്ടി സെയിം ഡയമെൻഷനുള്ള രണ്ട് ക്വാണ്ടിറ്റികളാണ് മൊമെൻറ്റവും ഇമ്പൾസും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റും. പലപ്പോഴും മാച്ച് ദി ഫോളോയിങ് എന്നുള്ള തരത്തിൽ രണ്ട് ബോക്സ് തന്നിട്ടൊക്കെ ക്വാണ്ടിറ്റീസിനെ മാച്ച് ചെയ്യാനുള്ള തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഡയമെൻഷൻസിൻ്റെ ഐഡിയ ആയിരിക്കും നമ്മൾ അവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടത്. അപ്പം ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരൊറ്റ ക്വസ്റ്റ്യൻ അല്ല, അതിൻ്റെ സബ് പാർട്ടായിട്ട് തന്നെ നമുക്ക് പല ക്വസ്റ്റ്യൻസും കാണാൻ കഴിഞ്ഞു. ഡയമെൻഷൻസുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം.
പിക്ക് ദി ഓഡ് വൺ ഇൻ ദ ഗിവൺ പെയേഴ്സ്. ഒന്ന് ആംഗുലർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി. നെക്സ്റ്റ് വർക്ക് ആൻഡ് എനർജി. തേർഡ് വൺ ആംഗിൾ ആൻഡ് സ്ട്രെയിൻ. അടുത്തത് ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷനായിട്ട് പെയേഴ്സായിട്ട് ക്വാണ്ടിറ്റികളെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഓഡ് വണ്ണായിട്ട് വരുന്നത് എല്ലാവരും ഒരേ ഡയമെൻഷൻസുള്ള ആൾക്കാരാണ് തന്നിരിക്കുന്നതെല്ലാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരും, ഇതിൽ ഓഡ് വൺ ഉണ്ടോ, ഇതെല്ലാം ഒരേ ഡയമെൻഷൻസാണ് ഓരോ പെയറിലും തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികൾ. ഓക്കെ, പക്ഷേ അതിൽ ആംഗിൾ ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്ന പെയർ ഡയമെൻഷൻ ലെസ് പെയറാണ്. ബാക്കി എല്ലാവരും ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റികളാകുമ്പോൾ ആംഗിളും സ്ട്രെയിനും ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ് ആണ്. അതുകൊണ്ട് നമുക്ക് ആ കൂട്ടത്തിൽ അവരെയാണ് നമുക്ക് ഓഡ് പെയറായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുക. അപ്പോൾ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം. നിങ്ങൾ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ. All physical quantities can be expressed in terms of dimension. Write the physical quantities of the following dimensions. Dimensions തന്നിരിക്കുകയാണ്. m⁻1, l⁻1, t⁻−1. Next, m⁻1, l⁻2, t⁻−2. Second question, check whether the equation t equal to 2 pi into root of m divided by g is dimensionally correct. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന ഡയമെൻഷൻസ് ഇതായിരുന്നു. നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നേരത്തെയൊക്കെ നമ്മൾ കണ്ടത് ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്ന രീതിയാണ്. ഇവിടെ നമുക്ക് ഡയമെൻഷൻസ് തന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റികൾ നിങ്ങൾ ഇക്വേഷൻസ് എഴുതി നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയുക. ഇത് രണ്ടും നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ക്വാണ്ടിറ്റികളാണ്. m⁻1, l⁻1, t⁻−1 എന്ന് പറയുന്നത് ഇമ്പൾസിൻ്റെ അല്ലെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻസ് ആണ്. അപ്പോൾ ഇതിന് പറ്റാവുന്ന, ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇമ്പൾസ് അല്ലെങ്കിൽ മൊമെൻറ്റം ആണ്. ഇത് നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. m⁻1, l⁻2, t⁻−2 എന്ന് പറയുന്നത് എനർജിയുടെ ഡയമെൻഷനാണ്. എനർജി, വർക്ക്, ടോർക്ക്, എനർജിയിൽ തന്നെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഹീറ്റ് എനർജി, അങ്ങനെ ഏത് ടൈപ്പ് എനർജി ആയാലും നിങ്ങൾക്ക് ഇതേ ഡയമെൻഷനാണ് എഴുതാൻ കഴിയുക. അപ്പോൾ വർക്ക് എന്നോ എനർജി എന്നോ പറഞ്ഞാൽ നമുക്ക് ഈ ഡയമെൻഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ, ഇക്വേഷൻസിന്റെ കറക്റ്റ്നെസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡയമെൻഷൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം, അതിന്റെ പേരാണ് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ. ഈ ഒരു തത്വം പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഒരു ഇക്വേഷൻ ശരിയാവണമെങ്കിൽ ആ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള LHSലും RHSലുമുള്ള എല്ലാ ടേമുകളും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കണം. ഡയമെൻഷനലി അവർ ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ടേം, റൈറ്റ് സൈഡിൽ ഒരു ടേമാണ്. മൊത്തത്തിൽ ഇത് മൊത്തം ഒരു ടേമാണ്, ഇതൊരു ടേമാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഡയമെൻഷൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കാണുന്ന ടി, ഇതൊക്കെ യൂഷ്വൽ മീനിങ് ആണ്. ടി എന്ന് പറയുന്നത് ടൈം അല്ലെങ്കിൽ ടൈം പീരീഡ് ആണ്. എൽ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ജനറൽ മീനിങ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ആദ്യം ഡയമെൻഷൻസ് ഓഫ് ടി, ടൈമിന്റെ ഡയമെൻഷൻ ടി തന്നെയാണ് അല്ലെ, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇപ്പൊ ഒരു സൈഡ് നമ്മൾ ചെക്ക് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടത് 2π × √L/G ഡയമെൻഷൻ. ഇതിൽ 2π എന്ന് പറയുന്ന വെറും 2 നമ്പേഴ്സ് ആണ്, കോൺസ്റ്റന്റ് വാല്യൂ മാത്രമാണത്, അതൊരു ക്വാണ്ടിറ്റി അല്ല. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും എന്തുണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് √L/G ആണ്. അപ്പൊ ഡയമെൻഷൻസ് ഓഫ് √L/G നമ്മൾ ചെയ്യുമ്പോൾ റൂട്ട് എല്ലിന് നമുക്ക് എഴുതാം L തന്നെ, ക്യാപിറ്റൽ L തന്നെയാണ് അല്ലേ, ഡിവൈഡഡ് ബൈ G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷന്റെ ഡയമെൻഷൻ തന്നെയാണ്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ L⁻². അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ L നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഡിനോമിനേറ്ററിലെ T⁻² നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് ഈക്വൽ ടു √T².
റൂട്ട് ഓഫ് ടി സ്ക്വയർ വിൽ ബി ടി ഓൺലി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡയമെൻഷൻ ടി തന്നെ കിട്ടി. നോക്കൂ, അപ്പൊ രണ്ട് ഡയമെൻഷനും സെയിം ആണ്. ഈ തരത്തിൽ ഏത് ക്വസ്റ്റ്യനും, അപ്പൊ നമുക്ക് ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കൊന്ന് ഓർത്ത് വെക്കാം. ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, ഡയമെൻഷനലി ശരിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? അതിലുള്ള ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഡയമെൻഷൻസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് പറയാം? ഡയമെൻഷനലി ശരിയാണ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. A boy recalls the relativistic mass wrongly as m equal to m0 divided by root of 1 minus v square. Using dimensional method, put the missing c at proper place. Name and state the principle used in solving the above problem. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നത് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ്. പലതവണ എക്സാമിന് നമുക്ക് ചോദിച്ചൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇവിടെ ചോദിച്ചത് ഇതിൽ സി എന്ന ഒരു മിസ്സിംഗ് ടേം. ആദ്യം നമുക്ക് ഈ ക്വാണ്ടിറ്റികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ രണ്ട് എമ്മും റെപ്രസെന്റ് ചെയ്യുന്ന മാസിനെയാണ്. ഇത് ഐൻസ്റ്റീന്റെ റിലാറ്റിവിറ്റി തിയറിയും ഒക്കെയായി ബന്ധപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇക്വേഷന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇപ്പൊ പഠിക്കാനൊന്നുമില്ല. എന്നാലും ഇതിന്റെ ഒരു ഡയമെൻഷണൽ കറക്റ്റ്നെസ് നമ്മളുടെ ഐഡിയ വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മാസാണ്, ഇത് മാസാണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ. വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ഇതിൽ സി എന്ന് പറയുന്ന, അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ടേം മിസ്സായി പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ഇക്വേഷൻ കറക്റ്റ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇത് കറക്റ്റ് അല്ല എന്നുള്ളതും എവിടെ നമ്മൾ സി പുട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ 1 മൈനസ് വി സ്ക്വയർ എന്ന് കാണാം. അപ്പൊ ഇവിടെ രണ്ട് ടേമുകൾ ഇങ്ങനെ മൈനസ് ചെയ്തിരിക്കുക. അപ്പൊ ഇത് രണ്ട് ടേമാണ്. തൊട്ട് മുന്നേ നമ്മൾ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞിരുന്നു. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയാൽ എ ഈസ് ഈക്വൽ ടു ബി മൈനസ് സി ഡി എന്ന് മറ്റോ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇതിൽ ഇപ്പൊ ആക്ച്വലി 3 ടേമുകളുണ്ട്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടേമേ ഉള്ളൂ, എ മാത്രം. അതേസമയം റൈറ്റ് സൈഡിൽ ബി ഒരു ടേമാണ്, സി ഇൻറ്റു ഡി ഒരു ടേമാണ്. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ ഐഡിയ പ്രകാരം ഈ എല്ലാ ഡയമെൻഷൻസും ഈക്വൽ ആയിരിക്കണം, വേണ്ടേ? അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് എ ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ബി ഓൾസോ ഡയമെൻഷൻസ് ഓഫ് സി ഡി ഇതെല്ലാം ഈക്വൽ ആയിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. ഇത് രണ്ടിന്റെയും ഡയമെൻഷൻസ് ഈക്വൽ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ടേം ഇങ്ങനെ മൈനസ് ചെയ്തതാണ് കാണുന്നത്, അല്ലെ? മൈനസ് ചെയ്യുന്ന ടേമുകൾ അല്ലെങ്കിൽ പ്ലസ് ചെയ്യുന്ന ടേമുകൾ ഡയമെൻഷനലി നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയുടെ അഡീഷനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, ഒരു നമ്പർ അഡീഷൻ അല്ല നമ്മൾ പറയുന്നത്. 2+3 പോലെ രണ്ട് നമ്പർ ആഡ് ചെയ്യല്ല, രണ്ട് ക്വാണ്ടിറ്റികളെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഹോമോജനിറ്റി പ്രിൻസിപ്പിളിന്റെ തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പോലെ നമുക്ക് കാണാം, അവർ ഒരേ ഡയമെൻഷൻസ് ഉള്ള ആൾക്കാരായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് മാസിന്റെ കൂടെ ലെങ്ത് ആഡ് ചെയ്യാൻ പറ്റുമോ? ലെങ്ത്തും മാസും എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുക? അഡിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്പർ അല്ല ഇവിടെ ചോദിക്കുന്നത്, രണ്ട് ക്വാണ്ടിറ്റികളാണ്. അവർ നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മാസും ലെങ്ത്തും ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണ്, അവർക്ക് ഡിഫറെന്റ് യൂണിറ്റുകളാണ്, അവർ നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാസിന്റെ കൂടെ മാസിനെ നമുക്ക് ആഡ് ചെയ്യാം, ലെങ്ത്തിന്റെ കൂടെ ലെങ്തിനെ ആഡ് ചെയ്യാം, മാസിൽ നിന്ന് മാസ് മൈനസ് ചെയ്യാം, ഏരിയയുടെ കൂടെ നമുക്ക് മറ്റൊരു ഏരിയ ആഡ് ചെയ്യാം. ഓക്കെ, സ്പീഡിൽ നിന്ന് ഒരു വെഹിക്കിളിന്റെ സ്പീഡിൽ നിന്ന് മറ്റൊരു വെഹിക്കിളിന്റെ സ്പീഡ് വേണമെങ്കിൽ മൈനസ് ചെയ്യാം. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടത് ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണെങ്കിൽ അവരെ നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റൂല എന്നുള്ളതാണ് ഈ ഹോമോജനിറ്റി പ്രിൻസിപ്പിളിന്റെ ഒരു മറ്റൊരു വേർഷൻ. ഓക്കെ, അപ്പൊ അത് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, 1 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, അത് ഡയമെൻഷൻ ലെസ് ആണ്. വി സ്ക്വയർ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് 1ൽ നിന്ന് വി സ്ക്വയറിനെ മൈനസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സബ്ട്രാക്ഷൻ ഡയമെൻഷനലി റോങ് ആണ്. അപ്പൊ ഇത് ഡയമെൻഷൻ ലെസ് ആയതുകൊണ്ട് ഈ ക്വാണ്ടിറ്റിയും എന്തായേ പറ്റൂ? ഡയമെൻഷൻ ലെസ് ആയേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചോദിക്കുകയാണ്, സി എന്ന് പറയുന്ന ഒരു മിസ്സിംഗ് ടേമിനെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും? ഒരു സിമ്പിൾ മാത്സ് നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇത് ഡയമെൻഷൻ ലെസ് ആണ്, ഇതിനെയും കൂടെ ഡയമെൻഷൻ ലെസ് ആക്കണമെങ്കിൽ ഒരേ ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്താൽ പോരെ?
ഇത് വെലോസിറ്റി ആണ്, ഇതും വെലോസിറ്റി ആണ്. അപ്പൊ നമ്മൾ ഇവിടെ വി സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം ഇതിനെ വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതിയാലോ? സ്ക്വയർ വിട്ട് സ്ക്വയറും കൂടെ കൊടുക്കണം, കാരണം ഇവിടെ ഓൾറെഡി വിക്ക് ഒരു സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇത് വെലോസിറ്റി സ്ക്വയർ ആയി, താഴെയും വെലോസിറ്റി സ്ക്വയർ ആയി. അപ്പൊ ഒരേ ടേമുകൾ വരുമ്പോൾ ഡയമെൻഷൻസ് എഴുതിയാൽ ആ ഡയമെൻഷൻസ് കട്ട് ചെയ്തു പോകും. അപ്പോൾ ഇത് ഡയമെൻഷൻ ലെസ് ആയി, ഇതും ഡയമെൻഷൻ ലെസ് ആയി. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് ആയി നമുക്ക് പറയാൻ പറ്റും. അതല്ലാതെ ഈ ടേം ഇവിടെ എഴുതിയിട്ടില്ലെങ്കിൽ ഐൻസ്റ്റീന്റെ ആ ഒരു ഫോർമുല റോങ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ താഴെ ഒരു സി സ്ക്വയർ അല്ലെങ്കിൽ ഈ മിസ്സിംഗ് ടേമായ സി സ്ക്വയർ ചെയ്തിട്ട് ഇവിടെ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ഇതിന്റെ ക്വസ്റ്റ്യന്റെ കൂടെ ചോദിക്കുന്നുണ്ട് ഏത് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ കാണാം. The error in the measurement of radius of a circle is 0.6%. Find the percentage error in the calculation of area of the circle. അപ്പോൾ എറർ മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ. ഡയമെൻഷൻസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു മെയിൻ സെക്ഷനാണ് എറർ അനാലിസിസ്. അതിൽ പലപ്പോഴും വരുന്ന ഒരു തരം ക്വസ്റ്റ്യൻ ആണത്. ഞാൻ അത്തരം ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ജനറൽ ഒരു ഫോർമാറ്റ് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ എഴുതാണ് സം എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ബി ക്യൂബ് ബൈ സി. ഇങ്ങനെ ഇക്വേഷൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്താ? എക്സ് എന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കണം, എക്സ് എന്നൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കണം. എക്സ് എന്നുള്ള ക്വാണ്ടിറ്റി ഇങ്ങനെ 3 ക്വാണ്ടിറ്റിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. എ സ്ക്വയറും ബി ക്യൂബും ബൈ സിയും. അതായത് എക്സ് എന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്ത് എടുക്കണമെങ്കിൽ ഇത്രയും ആൾക്കാരെ മെഷർ ചെയ്ത് എ മെഷർ ചെയ്ത് ബി മെഷർ ചെയ്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, മെഷർ ചെയ്തപ്പം എറേഴ്സ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. അതായത് ഈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഒരാൾ എ എന്നൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യാണ്. ആ മെഷർമെൻറ്റിൽ ഒരു എറർ സംഭവിച്ചു. അതുപോലെ ബിയിലും സിയിലും ഒക്കെ എറർ സംഭവിച്ചു. അപ്പോൾ എറേഴ്സ് ഉള്ള ആ വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ എക്സിലും ഉണ്ടാവുമല്ലോ ഒരു എറർ. ഇതെങ്ങനെയാണ് കാണുക? ഇത്തരത്തിലുള്ള റിലേറ്റീവ് എറർ കാണാനുള്ള ഒരു ജനറൽ ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരികയാണ്. എക്സ് എന്ന ഫോർമുല ഇങ്ങനെയാണെങ്കിൽ എക്സിലെ എററായ ഡെൽറ്റ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യത്തെ ഒരു ടേം നോക്കണേ, എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ക്വയർ എന്ന പവർ ആദ്യം ഇത് ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. അതായത് എയിൽ എററാണ്, ഇത് എ എന്ന ക്വാണ്ടിറ്റിയാണ്, ഇത് എയിൽ സംഭവിച്ച എററാണ്. പ്ലസ് ചെയ്യാം. ഇക്വേഷനിൽ ഇൻറ്റു എന്നാണ്, പക്ഷേ എറർ കാണുമ്പോൾ നമ്മൾ എപ്പോഴും പ്ലസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, പിന്നെ വരുന്നത് ബി ക്യൂബാ. അപ്പോൾ അവിടെ നമ്മൾ ആ ക്യൂബ് എന്നുള്ള പവർ ആദ്യം എഴുതിക്കോ, 3 ഇൻറ്റു ബിയുടെ എററായ ഡെൽറ്റ ബി ബൈ ബി. ഇക്വേഷനിൽ ഡിവൈഡ് ബൈ സി എന്നാണ്, നമ്മൾ വീണ്ടും പ്ലസ് ചെയ്യും. സി എന്ന് പറഞ്ഞാൽ അത് c⁻1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. 1 ഇൻറ്റു എന്നതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡിലാണ് നമ്മൾ എറർ കണ്ടുപിടിക്കുക. ഇതിങ്ങനെ ഒരു കോമ്പൗണ്ട് ഇക്വേഷനിലെ എറർ കാണുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വന്നൊരു ഐഡിയ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഒരു സർക്കിളിൻ്റെ ഏരിയയുമായി ബന്ധപ്പെട്ടൊരു എററാണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയസിൽ ഒരു എറർ ഒരു വാല്യൂ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എറർ ഇൻ റേഡിയസിന് നമുക്ക് എങ്ങനെ എഴുതാം? എറർ ഇൻ റേഡിയസ് ഡെൽറ്റ ആർ ബൈ ആർ. എല്ലാ റിലേറ്റീവ് എററും ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുക. ആ വാല്യൂ തന്നിരിക്കുന്നു 0.6%. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഏരിയ എറർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏരിയയുടെ നമുക്കറിയാവുന്ന ഇക്വേഷൻ എഴുതണം. ഫോർ എ സർക്കിൾ നമുക്കറിയാം ഏരിയ ഈക്വൽ ടു πr² എന്നാണ്, അല്ലേ? അപ്പോൾ ഏരിയയിലുള്ള എറർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെൽറ്റ എ ബൈ എ എന്ന് എഴുതാം. ഡെൽറ്റ എ ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ നോക്കുമ്പം ആദ്യത്തെ ടേം പയ്യാണ്. അതൊരു കോൺസ്റ്റൻ്റ് അല്ലേ? കോൺസ്റ്റൻറ്റുകൾക്ക് ഒരിക്കലും എറർ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എറർ എടുക്കുമ്പോൾ ഈ കോൺസ്റ്റൻറ്റ് നമ്മൾ ഒഴിവാക്കുക. പിന്നെയുള്ളത് r² ആണ്. r² എന്ന് പറയുമ്പോൾ വീണ്ടും ഈ പവറാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. 2 ഇൻറ്റു ആറിലെ എറർ ഡെൽറ്റ ആർ ബൈ ആർ. ആ വാല്യൂ ഇവിടെ തന്നിരിക്കുന്ന 0.6%. അപ്പോൾ ദിസ് ഈസ് 2 ഇൻറ്റു 0.6%. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2%.
അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇത്തരം ക്വസ്റ്റ്യൻസ്. ഓക്കെ, എററുമായി തന്നെ ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. A physical quantity P is related to 4 observables A, B, C and D as P equal to A cube B square by root C into D. The percentage errors in measurements of A, B, C and D are 1%, 3%, 2% and 3% respectively. What is the percentage error in the measurement of P? ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ തന്ന ഇക്വേഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ പി എന്ന ഒരു ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. അത് മെഷർ ചെയ്യാൻ വേണ്ടി എയും ബിയും സിയും ഡി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നു ആ ക്വാണ്ടിറ്റീസിലൊക്കെ എറേഴ്സ് ഉണ്ട്. കണ്ടോ, ഇത് എയിലെ എററാണ്, ബിയിലെയും സിയിലെയും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ എറേഴ്സ് ഒക്കെ ഇങ്ങനെയാണെങ്കിൽ പി എന്ന ക്വാണ്ടിറ്റിയുടെ എറർ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ആ ഒരു ജനറൽ ഫോർമാറ്റിൽ കണ്ടതുപോലെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇത് പി ആണല്ലോ. അപ്പോൾ പിയുടെ എററിന് ഡെൽറ്റ പി ബൈ പി എന്ന് കാണിക്കാം. ഇത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നോക്കുന്നു എ ക്യൂബ്. എ ക്യൂബ് വന്നാൽ 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ്, പിന്നെ കാണുന്നു ബി സ്ക്വയർ, അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ്. അടുത്ത കാണുന്നു റൂട്ട് സി. റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയുടെ റൂട്ട് എന്ന് പറയുന്നത് മാത്സിൽ അതിൻ്റെ പവർ ഹാഫിന് ഈക്വൽ ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ റൂട്ട് സി എന്ന് പറഞ്ഞാൽ സി റൈസ് ടു ഹാഫ് ആണ്. ഓക്കെ, അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഇതിനൊന്ന് എഴുതാൻ പോയാൽ റൂട്ട് സി, അതായത് സി റൈസ് ടു ഹാഫ് എന്ന് പറയുമ്പോൾ അത് ഹാഫ് ഡെൽറ്റ സി ബൈ സി ആയിരിക്കും പ്ലസ്. പിന്നെ ഡിക്ക് പവർ 1 ആണ്, അപ്പോൾ 1 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ 1% പ്ലസ് 2 ഇൻറ്റു ഓരോന്ന് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ബി ബൈ ബി 3% പ്ലസ് ഡെൽറ്റ സി ബൈ സി ഹാഫ് ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഡെൽറ്റ സി ബൈ സിക്ക് പകരം 2% പ്ലസ് അവസാനം ഡെൽറ്റ ഡി ബൈ ഡി ദാറ്റ് ഈസ് 3%. അപ്പോൾ ഇത് ആഡ് ചെയ്ത് എത്ര കിട്ടും നമുക്ക്? 3 ഇൻറ്റു 1 3, 2 ഇൻറ്റു 3 6, അപ്പോൾ 3 + 6 9 ആയി. ഹാഫും 2ഉം കൂടെ കട്ട് ചെയ്താൽ 1 എന്നായി. അപ്പോൾ 9 + 1 10 ആയി. ദെൻ 3ഉം കൂടെ വരുമ്പോഴത്തേക്ക് ടോട്ടൽ ആൻസർ എന്തായി മാറി? 13%. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ എന്തോ ഒരു കോംപ്ലിക്കേഷനൊക്കെ നമുക്ക് തോന്നിയേക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരാറുണ്ട്. ഒന്നുമില്ല, ഈ വാല്യൂസ് മാത്രമായിരിക്കും മാറ്റി തരിക. ഇവിടെ ഇപ്പോൾ 4 ടേം തന്നിട്ടുണ്ട്, ചിലപ്പോൾ 2 ടേം തരാം, 3 തരാം, ക്യൂബിനോ സ്ക്വയറിനൊക്കെ പകരം വേറെ പവേഴ്സ് തരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷനൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്തങ്ങ് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ യൂണിസൈം മെഷർമെൻറ്റ്സിലെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ലെവൽ 1 ക്ലാസ് മാത്രമാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായി എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിലെ മറ്റുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുവരെ ബൈ.